ഹലോ, നമ്മ പോകുന്നത് ടിപ്പു സുൽത്താന്റെ കോട്ടയിലേക്കാണ്. ഇതൊരു വലിയ കിടങ്ങാണ്. പണ്ടുകാലത്ത് ഈ കിടങ്ങുകളിൽ കാവേരി നദിയിലെ വെള്ളം നിറച്ച് മുതലകളെ ഇട്ടിരുന്നു. കാവേരി നദിയാൽ ചുറ്റപ്പെട്ട പ്രദേശമായിരുന്നു ഇത്. നമ്മ ആദ്യം പോയത് ടിപ്പു സുൽത്താന്റെ പള്ളിയിലേക്കാണ്. 1787 ടിപ്പു സുൽത്താൻ സ്ഥാപിച്ച പള്ളിയാണിത്. പണ്ടുകാലത്ത് ഈ കുളത്തിൽ നിന്നാണ് നിസ്കാരത്തിനുള്ള വുളു എടുക്കലും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. ഹിന്ദു ഇസ്ലാം സ്റ്റൈലിലാണ് ഈ പള്ളി പണിതിരിക്കുന്നത്. ഇത് ഇവിടുത്തെ മദ്രസയാണ്. ഈ കാണുന്നതെല്ലാം ഖബറുകളാണ് കേട്ടോ. ഇത് ടിപ്പുവിന്റെ ഉസ്താദുമാരുടെയും അവിടുത്തെ കുട്ടികളുടെ ഖബറുകളൊക്കെയാണെന്നാണ് പറയുന്നത്. അങ്ങനെ നമ്മൾ ജാമിയ മസ്ജിദിൽ നിന്നും ഇറങ്ങി. ഇതാണ് ഇവിടുത്തെ ആയുധപ്പുര. പിരമിഡ് സ്റ്റൈലിലാണ് ഇത് പണിതിരിക്കുന്നത്. ഇവിടെ നിന്നാണ് ടിപ്പുവിന്റെ ബോഡി കണ്ടുകിട്ടിയത്. 1799 മെയ് 4 ഈ വാട്ടർ ഗേറ്റ് വഴി ബ്രിട്ടീഷുകാർ വന്ന് ടിപ്പുവിനെ പരാജയപ്പെടുത്തുകയായിരുന്നു. ഇതാണ് ഇവിടുത്തെ വാട്ടർ ജയിൽ. ശ്രീരംഗപട്ടണത്തിന്റെ മാപ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അണ്ടർഗ്രൗണ്ട് ആയിട്ടാണ് ഈ ജയിൽ വരുന്നത്. 24 തടവ് പുള്ളികൾക്കുള്ള സൗകര്യമാണ് ഇവിടെയുള്ളത്. തടവ് പുള്ളികളെ ഈ കല്ലുകൾക്കിടയിൽ നിർത്തിയിട്ട് കൈകൾ ഈ കല്ലുകൾ വച്ച് ഇതിന്റെ ഉള്ളിൽ ഒരു ഹോൾ ഉണ്ട്, അതിലൂടെ കെട്ടിയിടും. അങ്ങനെ 6 മാസക്കാലം ഇവരെ നിർത്തും. ഒരു നേരം ഭക്ഷണം കൊടുക്കും. ഈ ജയിലിനകത്ത് നമുക്കൊരു പീരങ്കി കാണാം. ഇതൊക്കെ ഒറിജിനൽ പീരങ്കി തന്നെയാട്ടോ. കാവേരി നദിയാൽ ചുറ്റപ്പെട്ട പ്രദേശമാണിത്. കാവേരി നദിയിലെ വെള്ളം ഇതിനകത്തേക്ക് കടത്തിവിട്ട് തടവു പുള്ളികളെ മുങ്ങിച്ചാവാറാകുന്ന സാഹചര്യത്തിൽ ബ്രിട്ടീഷ് യുദ്ധ രഹസ്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണം. അതായിരുന്നു ടിപ്പുവിന്റെ രീതി. ഇതിന്റെ ബാക്കിലൂടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാവേരി നദി കാണാൻ സാധിക്കും. അടുത്തത് നമ്മ പോയത് ടിപ്പുവിന്റെ ലാൽ മഹൽ പാലസിലേക്കാണ്. ടിപ്പുവിന്റെ മരണശേഷം ഈ പാലസ് ബ്രിട്ടീഷുകാർ തകർത്ത് കളഞ്ഞു. അതിനുശേഷം അവർ ഇവിടുത്തെ വിലപിടിപ്പുള്ള എല്ലാ സാധനങ്ങളും കൊള്ളയടിക്കുകയായിരുന്നു. അടുത്തത് നമ്മ പോയത് ടിപ്പു സുൽത്താന്റെ സമ്മർ പാലസിലേക്കാണ്. ചൂടുകാലത്ത് ടിപ്പു സുൽത്താൻ താമസിച്ചിരുന്നത് ഇവിടാണ്. ഹിന്ദു ഇസ്ലാം സ്റ്റൈലിലാണ് ഈ കൊട്ടാരം പണിതിരിക്കുന്നത്. മൈസൂർ കടുവ എന്നറിയപ്പെടുന്ന ടിപ്പു സുൽത്താൻ 1784 ഈ കൊട്ടാരം നിർമ്മിച്ചത്. ഈ പാലസിന് മുമ്പിലായി നമുക്ക് പീരങ്കികളും അതിന്റെ ഉണ്ടകളും കാണാൻ സാധിക്കും. ഈ കൊട്ടാരം പൂർണ്ണമായും തേക്ക് മരങ്ങൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഈ പാലസിന്റെ ചുവരുകളിലും മേലാപ്പുകളിലും കമാനങ്ങളിലും എല്ലാം നമുക്ക് ചിത്രങ്ങൾ വരച്ചു വച്ചിരിക്കുന്നത് കാണാൻ സാധിക്കും. ഈ ചിത്രങ്ങളെല്ലാം വെയിലേറ്റ് മങ്ങിപ്പോകാതിരിക്കാനാണ് ഈ പാലസ് മൊത്തം നെറ്റിട്ടിരിക്കുന്നത്. ടിപ്പുവിന്റെ ഏറ്റവും ലാസ്റ്റത്തെ യുദ്ധവും ടിപ്പുവിന്റെ മക്കൾ കീഴടങ്ങുന്നതും എല്ലാം ഇവിടെ പെയിന്റിങ്സിൽ കൊടുത്തിട്ടുണ്ട്. അവിടുത്തെ പ്രധാനപ്പെട്ട ഭരണാധികാരികളുടെ ഫോട്ടോകളെല്ലാം അവിടെ ചുവരിൽ കൊടുത്തിട്ടുണ്ട്. ഈ കാണുന്നത് ടിപ്പുവിന്റെ ആയുധങ്ങളാണ്. ആയുധങ്ങളും തോക്കുകളും എല്ലാം നമുക്കിവിടെ കാണാൻ പറ്റും. ഇത് ടിപ്പുവിന്റെ സിൽക്ക് വസ്ത്രമാണ്. നമുക്കിവിടെ ടിപ്പു സുൽത്താന്റെ ഫോട്ടോയും ടിപ്പു സുൽത്താൻ ഉപയോഗിച്ചിരുന്ന ഡ്രസ്സും പനയോല തൊപ്പികളും ആയുധങ്ങളും എല്ലാം കാണാൻ സാധിക്കും. ഇതെല്ലാം ടിപ്പു സുൽത്താന്റെ മക്കളുടെ ചിത്രങ്ങളാണ്. ഇവിടെ നമുക്ക് ടിപ്പു സുൽത്താൻ പ്രിൻസ് ആയിരുന്ന സമയത്തെ ഒരു ചിത്രം കാണാം. ഈ കൊട്ടാരത്തിന്റെ മുകളിലേക്ക് നോക്കിയാലൊക്കെ മൊത്തം പെയിന്റിങ്സ് ആണ് കേട്ടോ. അങ്ങനെ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ കണ്ട് നമ്മ ഇവിടുന്ന് ഇറങ്ങാണ്. അപ്പൊ ഇനി മൈസൂരിലെ അടുത്ത വിശേഷങ്ങളുമായി അടുത്ത വീഡിയോ കാണാം. ബൈ.